ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, കടലിലൂടെ നടക്കാൻ. പേര് പറയോ? എൻ്റെ പേര് ലെനിൻ എന്നാണ്. ഓക്കെ. തൃശ്ശൂരാണ് നമ്മുടെ കമ്പനി ഇത് ചെയ്യുന്നത്. വേറെ ഇതിൽ HDP എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. ഇത് ഇതുപോലെ കോൺഫോർട്ടാണ്. ഇതൊരു 100 മീറ്റർ ലെങ്ത്തിൽ നമ്മൾ അങ്ങോട്ട് കടലിലേക്ക് ഇടും. ഇത് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാൻഡ് റെയിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ കറക്റ്റാണ്. ഹാൻഡ് റെയിൽ, ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ടിട്ട്, പിന്നെ ലൈഫ് ഗാർഡ്സ് ഉണ്ടാവും ചെക്ക് ചെയ്യാനും എല്ലാത്തിനും. പിന്നെ ഡെയിലി നമ്മൾ ഇതിൻ്റെ നട്ട് ബോൾട്ട്, പിന്നെ സെൻട്രൽ പിന്നെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പ്രിക്കോഷൻ, സേഫ്റ്റി പ്രിക്കോഷൻ ഫസ്റ്റ് എടുത്തതിന് ശേഷമാണ് പബ്ലിക്കിന് അതിന് മുന്നിൽ കയറ്റി. ഈ കടല് റഫായാല് നിർത്തിവെക്കാൻ അങ്ങനെ സംഭവം? റഫായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻഡിക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മളത് നിർത്തി വെക്കും, കയറ്റി വെക്കും. അതിനുള്ള എല്ലാ ഇതും സജ്ജീകരണം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോൾ നമുക്ക് പോർട്ടിന്റെ ഡയറക്ഷൻ, ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവും, അതനുസരിച്ച് നമുക്കത് കയറ്റി വെക്കും. കടല് വീണ്ടും ശാന്തമാകുമ്പോൾ വീണ്ടും ഇറക്കുന്നത്. അതൊരു മണിക്കൂറൊക്കെ കാര്യമുള്ള കയറ്റി വെക്കും. ഇപ്പൊ ഇത് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞ തുടങ്ങും. ഈ ജനുവരി 1 തുടങ്ങാനുള്ള ജനുവരി 1. അതായത് ഈ നമ്മളെ ഈ വാട്ടർ ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഈ 4-5 ഉണ്ട്. ഇന്നിപ്പോ ഇത് ഇറക്കും. ഈവനിങ് അല്ലെങ്കിൽ നാളെ വന്ന് ഡിപ്പാർട്ട്മെന്റുകാർ വന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എത്ര ടൈം വരെ ഡ്യൂറേഷൻ, എത്ര കാലം വരെ ഉണ്ട് ടൈം പെർമിഷൻ? ഇത് ഇവിടെ പെർമനന്റ് ആണോ അല്ലെങ്കിൽ? അല്ല, ഇത് നമ്മൾ ഏപ്രിൽ മെയ്യോടുകൂടി കയറ്റി വയ്ക്കും. മെയ് ഫസ്റ്റ് തന്നെ കയറ്റി വയ്ക്കും. കാലവർഷം കയറ്റി വയ്ക്കുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വിശേഷിച്ച്? വേറെ ഇതിനെ പറ്റി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് അല്ലാതെ നമുക്ക് കണ്ണൂരുണ്ട്, താനൂർ, മലപ്പുറം ജില്ലയിലുണ്ട്, തൃശ്ശൂർ ജില്ലയിലുണ്ട്, എറണാകുളത്തൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും ടൂറിസം മിനിസ്റ്ററായിട്ട് ചെയ്തത് ഇതിൽ വെച്ച് ചെയ്തതാണ്. കഴിഞ്ഞ സീസണിലും ചെയ്തത് ഭംഗിയായിട്ട് ചെയ്തു പോയി. അതിന് മുന്നത്തെ സീസണിൽ ഇപ്പോൾ തുടങ്ങി. ഒരു പ്രത്യേക ഒരു എൻ്റർടൈൻമെൻറ്റിനാണ് ഇവിടെയുള്ള ടൂറിസം പബ്ലിക്കിന് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഇതിന് മുകളിൽ. ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എറണാകുളം സ്റ്റാർട്ട് ചെയ്തു, തൃശ്ശൂരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെയാണ്. അടുത്തത് നമുക്ക് കണ്ണൂർ, മലപ്പുറം വരും. ഈ പ്രാവശ്യം ചില കാലാവസ്ഥ അനുകൂലമല്ലാത്ത കാരണം കുറച്ച് നീണ്ടുപോയി. ഈ മെറ്റീരിയൽ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്? എയർ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ? അത് ഫുള്ളായിട്ട് എയറാണ്. ഡാമേജ് അങ്ങനെ വരുന്നില്ല. ഇത് ഡാമേജ് ആക്കണേ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്ന് കുത്തി പൊട്ടിക്കണമെന്ന് ഇതൊന്ന് ഇടിച്ച് ഇത് ഡാമേജ് ആക്കണേ ആവുള്ളൂ, അല്ലാതെ ആവില്ല. അത് അല്ലാണ്ട് വേറെ ഈ റോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? PP റോപ്പാണ്. ഹാൻഡിലാണോ? ഹാൻഡ് റെയിലിനുള്ള റോപ്പ് വേറെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ആങ്കറിങ് ചെയ്ത് നിർത്തുന്ന സിസ്റ്റത്തിന്, ഇതിന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് ഇരുമ്പിട്ടിട്ട്, ഹെവി ഇരുമ്പിട്ടിട്ട് അത് ആങ്കറിങ് ചെയ്ത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ 2025 ജനുവരി 4-5 തുടങ്ങുകയാണ്.
ലോക്കേഷൻ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് അല്ലേ രണ്ടാമത് ദിവസം ഉറപ്പാണ്. Thank you.